സാധുദർശനം പാപവിമോചനം. ഞാൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, അഖിൽ ഭാരതീയ സന്ത് സമിതിയുടെ ദേശീയ സെക്രട്ടറി, ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ. സനാതന ധർമ്മത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളും ക്രിയകളും എല്ലാം തന്നെ മാനവരാശിയുടെ ഉയർച്ചയ്ക്കും അതിലൂടെ ലഭിക്കാവുന്ന ദിവ്യതത്വം നേടി കുടുംബ ബന്ധങ്ങളെയും കുലാചാരങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടുപോയി ജീവിത സാഫല്യം പൂർണ്ണമായി നേടാനുള്ളതാണ്. ആരോഗ്യത്തോടെയും ആയുസ്സോടുകൂടിയും സന്തോഷത്തോടെയും സംതൃപ്തിയോടുകൂടിയും ചിരിച്ച് കളിച്ചുകൊണ്ട് 120 വർഷങ്ങൾ ജീവിക്കാനാണ് മനുഷ്യ ജീവിതം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതിനകത്താണ് ഏറ്റവും സൂക്ഷ്മമായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ബാധിക്കാവുന്ന മരണാനന്തര ക്രിയകളുമായി ബന്ധപ്പെട്ടതുള്ളതായ കർമ്മങ്ങൾ ഉള്ളത്. ഓരോ അമാവാസിക്കും പിതൃക്കൾ നമ്മുടെ ജലത്തെയും പുഷ്പത്തെയും കാത്തിരിക്കുന്നു എന്നുള്ളതായ തത്വം നാം പലപ്പോഴും മറന്നിരിക്കുന്നു. 24 മണിക്കൂറുകൾ എന്ന നമ്മുടെ ഒരു ദിവസം 2 പക്ഷം 14 എന്ന ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും കഴിഞ്ഞ് ഒരു അമാവാസിയും ഒരു പൗർണമിയും കഴിയുമ്പോൾ 30 ദിവസങ്ങളായിത്തീരുന്നു എങ്കിൽ 30 ദിവസങ്ങളായ സമയളവിനെയാണ് പിതൃക്കളുടെ ഒരു ദിവസം. 365 ദിവസങ്ങളായ നമ്മളുടെ ഒരു വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം. ഭക്തജനങ്ങളെ, ഈ ഒരു റേഷ്യോ നാം പലരും അറിയുന്നില്ല എന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമ്മളുടെ 365 ദിവസങ്ങളായ ഒരു വർഷമാണ് ദേവന്മാർക്ക് ഒരു ദിവസം. നമ്മളുടെ ഒരു മാസമാണ് പിതൃക്കൾക്ക് ഒരു ദിവസം. അങ്ങനെ വരുമ്പോൾ ഒരു അമാവാസി എന്ന് പറഞ്ഞാൽ നമുക്ക് 30 ദിവസമാണെങ്കിൽ ദേവന്മാർക്ക് ഓരോ ദിവസമാണ്. ഓരോ അമാവാസിക്കും ഒരു ഭക്തൻ കൊടുക്കുന്ന തർപ്പണവും പിണ്ട ഉദക ജലക്രിയകളും പിതൃക്കൾക്ക് ദിവസേന ലഭിക്കുന്നു. അതുകൊണ്ട് പിതൃകർമ്മങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ, കുലബന്ധവുമായി ബന്ധപ്പെട്ടതായ വിധിപ്രകാരമുള്ള കുലാചാരം പറഞ്ഞു തരുന്നതായ ക്രിയകൾ ഒരു കാരണവശാലും ഒരു കാലത്തും എത്ര തന്നെ പുരോഗമിച്ച് നാം ശാസ്ത്രത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിൽ എത്തിയാലും വിടാൻ പാടില്ല, ആചരിക്കാതെ പോകുവാൻ പാടില്ല. യുഗസഹസ്ര യോജന പർ ഭാനു എന്ന് സന്ത് തുളസിദാസ് ജി മഹാരാജ് എഴുതി വച്ചിരിക്കുമ്പോൾ സൂര്യനിലേക്കുള്ളതായ നീളത്തെയാണ് യുഗസഹസ്ര യോജന പർ ഭാനു എന്ന് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മരണാനന്തര ചടങ്ങുകളിൽ തൻ്റെ പ്രിയപ്പെട്ട ആരാണോ മരണമടഞ്ഞത് അവർക്ക് തില ഉദക ക്രിയകളും പിണ്ട ഉദക ക്രിയകളും ചെയ്യാൻ അതുമായി രക്തബന്ധമുള്ള ഓരോരുത്തർക്കും അധികാരമുണ്ട്. ഞങ്ങളുടെ ഗുരുനാഥൻ സംപൂജ്യ സ്വാമി ചിന്മയാനന്ദ സരസ്വതി മഹാരാജ് സമാധിയായ ശേഷം ഇപ്പോഴും ആഗസ്റ്റ് 3 വന്നാൽ സ്വാമിജിക്ക് ലഡ്ഡു വയ്ക്കാറുണ്ട്. സ്വാമിജിക്ക് ലഡ്ഡു ഏറ്റവും ഇഷ്ടമായിരുന്നു. ഇതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബാംഗമോ കുലത്തിലുള്ള ശ്രേഷ്ഠന്മാരോ ഗുരുപരമ്പരയിലോ ഉള്ളവർ നഷ്ടമാകുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹനിധിയായ തൻ്റെ ഭർത്താവ് മരണമടഞ്ഞാൽ എല്ലാ അമാവാസിക്കും തർപ്പണാദി കർമ്മങ്ങൾ ചെയ്ത് അത് 12ാമത്തെ അമാവാസി അല്ലെങ്കിൽ 12ാമത്തെ മാസം എന്ന് വരുമ്പോൾ അത് ശ്രദ്ധയോടെ നമ്മുടെ ഒരു വർഷം തികഞ്ഞു എന്ന കണക്കിൽ 12ാമത്തെ എന്ന കണക്കിൽ ചെയ്യുന്ന ശ്രദ്ധയോടെയുള്ള തർപ്പണത്തെയാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്. ഒരു കുട്ടി
പ്രസവിച്ച് വീണ ശേഷം ആ കുട്ടിക്ക് എല്ലാ നക്ഷത്രങ്ങളുടെയും രശ്മികൾ പതിച്ചു വരാൻ എടുക്കുന്ന സമയമാണ് 27 കഴിയുക എന്നത്. അതുകൊണ്ടാണ് 28-ാം കെട്ട് കെട്ടുന്നത്. കാരണം 28 നക്ഷത്രങ്ങളിൽ 27 എണ്ണമാണ് ജീവരാശികളുമായി ബന്ധമുള്ളത്. അതുകൊണ്ട് ജനിച്ച കുട്ടിയെ 27 നക്ഷത്രങ്ങളുടെയും കാലയളവ് കഴിഞ്ഞ് 28-ാം ദിവസം പേരിട്ട് 28 കെട്ടുന്നു. ഇതേ കുട്ടിക്ക് സൂര്യന്റെ ഭ്രമണപഥത്തിലെ ചലനം കൊണ്ട് 12 രാശികളെയും മറികടക്കാൻ എടുക്കുന്നത് 1 വർഷമായതുകൊണ്ട് ആ കുട്ടിക്ക് വർഷം തികഞ്ഞു എന്ന പേരിൽ പൂർണ്ണമാക്കുന്നതാണ് പിറന്നാൾ. ചോറ് കൊടുക്കല്, മുടി മുറിക്കല്, ഇതെല്ലാം വർഷം തികട്ടോ എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ ശാസ്ത്രീയമായ വശം നാം പഠിക്കാത്തത് കൊണ്ടാണ് എന്നറിയിച്ചുകൊണ്ട് പിതൃകർമ്മങ്ങളിലും തർപ്പണാദി കർമ്മങ്ങളിലും മരണാനന്തര കർമ്മങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ ആചാര അനുഷ്ഠാനങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് ദേവന്മാരുടെ അനുഗ്രഹം എങ്ങനെയാണോ മാനവരാശിക്ക് ലഭിക്കുന്നത്, ഗുരുപരമ്പരയുടെ അനുഗ്രഹം എങ്ങനെയാണോ മാനവരാശിക്ക് സാധനയിൽ ലഭിക്കുന്നത്, അതേപോലെ പിതൃക്കളുടെ അനുഗ്രഹവും ആ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടേ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് അതിലുള്ള അനാവശ്യമായ തെറ്റിദ്ധാരണകളെ മാറ്റി പൂർണ്ണമായ മനസ്സോടെ ശരിയായ രീതിയിൽ അമാവാസി തർപ്പണക്രിയകള്, ശാർദ്ധാദി കർമ്മങ്ങള്, വർഷത്തിൽ 2 പ്രാവശ്യം വരുന്നതായ ബലികർമ്മങ്ങളുടെ പ്രതീകമായ കർക്കിടക വാവ്, അതുപോലെ തന്നെ മറ്റൊരു വാവ്, ഇതെല്ലാം കൃത്യമായി ആചരിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾ ശരിയായി പ്രവർത്തിക്കൂ, നക്ഷത്രങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നു, ഭൂമിയുടെ തുലനം ശരിയായി പോകുന്നു. അതിൽ ഭ്രമണപഥവും ഈ ക്രമീകരണത്തിൻ്റെ കണക്കിലാണ് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ കറണ്ട് ഫ്ലോ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് മറക്കരുത് എന്നറിയിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ കുലാചാരപ്രകാരമുള്ള ക്രിയാദി കർമ്മങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ വേർപെട്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നടത്തണം എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് പ്രണാമം. സാധുദർശനം, പാപവിമോചനം.